സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2024 ഒരു സംസ്ഥാന അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിൻ്റെ ഇതിഹാസമായിട്ടുള്ള കേരളത്തിൻ്റെയും മലയാളികളുടെയും എല്ലാം ഇതിഹാസമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ട് ഏകദേശം 2025 നവംബറിലാണ് ആ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം മമ്മൂക്കയ്ക്ക് ആ അവാർഡ് ദാന ചടങ്ങ് ഇന്നാണ് നടക്കുന്നത്, അല്ല ഇന്നാണ് നൽകുന്നത്, അവാർഡ് നൽകുന്ന ഇന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മൂക്ക ട്രിവാൻഡ്രത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക അതിൽ വരുന്നതും മമ്മൂക്ക മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം മമ്മൂക്ക കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം 8 മാസത്തോളം പുറത്തായിരുന്നു, അതായത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, സിനിമയിൽ സജീവമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശത്തോട് പോലും അദ്ദേഹത്തിന് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു, അതായത് സിനിമയോട്. അപ്പം അങ്ങനെ അദ്ദേഹം എല്ലാം ഏകദേശമൊക്കെ മാറി പിന്നീട് വന്ന് കളങ്കാവൽ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നു, പിന്നീട് പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നു. എല്ലാം അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ഷെഡ്യൂൾ ചെയ്ത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിരിക്കുന്ന ആ ചിത്രം അഭിനയിച്ച് അതിനെ രാക്ഷസമായിട്ടുള്ള അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ അഭിനയിച്ച് വേറെ തലങ്ങളിലേക്ക് എത്തിച്ച് ആ സിനിമ സംസ്ഥാന അവാർഡിന് വിധേയമാവുകയും ചെയ്തു. നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് ഈ നമ്മുടെ സംഘികളാണ്. അപ്പോൾ ഈ സംഘികൾ അറിഞ്ഞുകൊണ്ട് മമ്മൂക്കയെ തഴഞ്ഞു നിർത്തിക്കൊണ്ട് ലാലേട്ടൻ അത് കൊടുത്തു വിട്ടതാണ്. അതേ സെയിം ടൈമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ മമ്മൂക്കയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് അല്ലെ സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിൽ വന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 8ാമത്തെയാണെന്ന് തോന്നുന്നു മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ നല്ല മികച്ച നടനുള്ള അവാർഡ് കിട്ടാൻ പോകുന്ന 8ാമത്തെ തവണയാണ്. തുടർച്ചയായിട്ട് ഈ 8 തവണയും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് സംഘികളെ പ്രീതിപ്പെടുത്തുന്നത് പോലെ ഈ കമ്മികളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രം കിട്ടുന്നൊരു അവാർഡല്ല. കേരളത്തിലെ അവാർഡ് എന്ന് പറഞ്ഞാൽ ജൂറിയിൽ ഇരിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ സാമാന്യ ബോധമുള്ളവരും അതേപോലെ തന്നെ എന്താണ് കഴിവ്, എങ്ങനെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ കണ്ട് വിലയിരുത്താൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അവർ അത് അർഹിക്കുന്ന അല്ല അർഹമായിട്ടുള്ള കരങ്ങളിലേക്ക് തന്നെ അവാർഡ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് എന്നുള്ളത് സാരം. അപ്പം അങ്ങനെ മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന 7ാമതും ഈ പറയുന്ന അല്ല 8ാമത് ഈ സംസ്ഥാന അവാർഡ് കിട്ടുന്നു, മികച്ച നടനുള്ളത്. അത് വാങ്ങാനായിട്ട് അദ്ദേഹം എത്തുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് മാധ്യമങ്ങൾ എന്താണ് പങ്കുവെച്ചിരിക്കുന്ന വീഡിയോ എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. ഈ അവാർഡ് സ്വീകരിക്കുന്ന നമുക്കറിയാം മികച്ച നടനുള്ള പുരസ്കാരം ഇത്തവണ മമ്മൂട്ടിക്കാണ്. അപ്പോൾ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മമ്മൂട്ടി തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ദൃശ്യങ്ങൾ ആദ്യം കാണാം. കണ്ടില്ലേ, വലിയ തിരക്കാണ് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട്. ആ എയർപോർട്ടിന്റെ സൈഡിൽ മുഴുവനും മമ്മൂക്ക ഒരു രാജാവിനെ പോലെ നടന്നു വരുന്നു. വളരെ പ്രസന്നവദനായി വന്നിറങ്ങിയിരിക്കുന്നു മമ്മൂട്ടി തലസ്ഥാനത്ത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു, സെൽഫി എടുക്കാൻ തയ്യാറ് ആളുകൾക്കൊപ്പം നിന്ന് കൊടുക്കുന്നതൊക്കെയാണ് ദൃശ്യങ്ങൾ കാണുന്നത്. അതെ, ഇന്ന് 10:45 കൊച്ചി വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് മമ്മൂട്ടി എത്തിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കുടുംബൻ പോറ്റി പ്രയോഗത്തിൽ കുടുംബൻ പോറ്റിയെ വിസ്മയകരമായി അവതരിപ്പിച്ചതിനാണ് മമ്മൂക്കയെ തേടി 7ാമത്തെ ചലച്ചിത്ര അവാർഡ് എത്തുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ മെഗാസ്റ്റാറിന്റെ കമ്പാക്ക് ആയിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ രോഗാവസ്ഥയിലൊക്കെയായിരുന്നു അദ്ദേഹം. അതിനുശേഷം നാട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതും അദ്ദേഹം റെക്കോർഡ് നേട്ടത്തിലേക്ക് 7ാമത്തെ അവാർഡ് എന്ന നേട്ടത്തിലേക്കൊക്കെ എത്തുന്നത്. ഇന്നിപ്പോൾ തലസ്ഥാനത്തെങ്കിലും നിശാഗന്ധിയിൽ ആഘോഷപൂർവ്വമായ ചടങ്ങിൽ വെച്ചാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം. ആ ചടങ്ങിനായാണ് മമ്മൂട്ടി അല്പസമയത്ത് മുമ്പ് തലസ്ഥാനത്തേക്ക് എത്തിയത്. കണ്ടില്ലേ, മമ്മൂക്ക ഒരുപാട് സന്തോഷത്തോടു കൂടി ആ ഒരു അവാർഡ് വാങ്ങാനായിട്ട് തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. മമ്മൂക്ക വളരെ പ്രസന്നവദനായി വരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു മാറ്റവുമില്ല. മമ്മൂക്ക എല്ലായ്പ്പോഴും പ്രസന്നവദനായിട്ട് തന്നെ അദ്ദേഹം എല്ലായിടത്തും പോവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനർജി അത് എവിടെയും മിസ്സാവാറില്ല. അത് മിസ്സാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ മിസ്സാക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞ് പല ലെവലുകളിലേക്ക് കൊണ്ടുപോകുന്ന, പല തലങ്ങളിലേക്ക് കൊണ്ടുവന്ന കുറച്ച് ആളുകളുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പറയാൻ സാധിക്കും, സംഘികളാണ്. അങ്ങനെ സംഘികൾ പറഞ്ഞ് മമ്മൂക്ക അങ്ങനെയാണ്, മമ്മൂക്ക ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വേറെ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാവരും മമ്മൂക്കയെ വെറുക്കും. മമ്മൂക്ക എന്ന് പറയുന്നൊരു ഇതിഹാസം ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും. അങ്ങനെ ആയിരിക്കും ഈ കഥകൾ പോകാൻ പോകുന്നത്, അല്ലെ അങ്ങനെ ആയിരിക്കണം ഇതുണ്ടാവാൻ പോകുന്നതെന്നായിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്. എന്നാൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മമ്മൂക്ക എന്താണെന്ന് അറിയാവുന്ന, മമ്മൂക്കയെ സ്നേഹിക്കുന്ന, മമ്മൂക്കയുടെ ഉള്ളിലുള്ള മനുഷ്യനെ അറിയാവുന്ന, മമ്മൂക്കയുടെ മനുഷ്യത്വം എന്താണെന്ന് അറിയാവുന്ന, മമ്മൂക്കയുടെ മതം, ജാതി, രാഷ്ട്രീയം എല്ലാം അറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ് മമ്മൂക്കയെ പിന്തുണയ്ക്കുന്നത്. ഞാനടക്കമുള്ള ഒരു കൂട്ടം ആളുകളാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ, നമുക്കറിയാം ദിലീപിൻ്റെ വിഷയങ്ങൾക്കൊക്കെ ശേഷം ദിലീപിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടന്നതുപോലെ
പോലെ മമ്മൂക്കയ്ക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അത് പെണ്ണ് വിഷയത്തിലല്ല, മമ്മൂക്കയുടെ അഭിനയങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, മമ്മൂക്കയുടെ അവാർഡുകളുടെ എണ്ണം കമ്പയർ ചെയ്തുകൊണ്ട്, മമ്മൂക്കയുടെ വീട്ടിലിരിക്കുന്ന ചാക്കുകെട്ടുകളിലിരിക്കുന്ന അവാർഡുകളുടെ എണ്ണം അത് ലാലേട്ടന് കിട്ടിയതിൻ്റെ അത്രയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ മെഴുകുന്ന ഒരു കൂട്ടം ആളുകളെയും നമ്മൾ കണ്ടു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് 74-ാമത്തെ വയസ്സിലും ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്നല്ല ചിന്തിക്കുന്നത്, എന്തിനിതൊക്കെ ചെയ്യുന്നു, ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരു കൂട്ടം ആളുകൾ വിമർശിക്കാൻ വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും 2024 അവാർഡ് മമ്മൂക്ക തൂക്കിയിട്ടുണ്ട്. 2025 മമ്മൂക്ക തൂക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം കൊടുമൺ പോറ്റി, ഒരേ സമയം പോറ്റിയായിട്ടും പിന്നെ അതേ സമയം തന്നെ അദ്ദേഹം ഒരു ചാത്തനായിട്ടും അതേ സമയം തന്നെ മറ്റുള്ള പല രൂപങ്ങളിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. പെട്ടെന്നുള്ള ഭാവമാറ്റമാണ് അതിൽ നമ്മൾ കാണുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുത്ത് ഇത്രയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളിൻ്റെ കഴിവ് അസാമാന്യമായിട്ടുള്ള കഴിവ് തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മമ്മൂക്ക അങ്ങനെ തന്നെയാണ്. ഏത് കഥാപാത്രം കിട്ടിയാലും ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ഏതൊക്കെ ലെവലിലേക്ക് കൊണ്ടുപോകാമോ ആ ലെവലിലേക്ക് എല്ലാം അദ്ദേഹം കൊണ്ടുപോകും. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറച്ച് മാന്ത്രിക വിദ്യകൾ, അല്ലെങ്കിൽ മാന്ത്രിക പൊടിക്കൈകൾ അദ്ദേഹം അതിലെല്ലാം പരീക്ഷിക്കും. അതിനുശേഷമാണ് ആ ഒരു സിനിമ റിലീസാവുന്നതും അതിനുശേഷമാണ് ആ സിനിമയിലെ മാസ്മരികത, അല്ലെങ്കിൽ ആ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയം, ഇതൊക്കെ നമ്മൾ കാണുന്നത്. ആക്ഷനും കട്ടിനും ഇടയിലുള്ള ഒരു മാജിക്കാണ് നമ്മൾ മമ്മൂക്കയുടെ ഓരോ സിനിമകളിലും കാണുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സംഘികളുടെ പുത്രനോ ഏതോ പിതാക്കന്മാരില്ലാത്ത ജനിച്ച ഒരുത്തനുണ്ട്. മമ്മൂക്ക നായയാണ്, ആ നായയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കുക, അവന് ദാഹം വരുന്നുണ്ട്, അവൻ തളർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വിമർശിച്ചു. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, ഈ മമ്മൂക്ക നായയാണോ അതോ ഇനി മമ്മൂക്ക മനുഷ്യനാണോ അതോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ നിൻ്റെ കൂടുതലും മെഴുകലുകളൊന്നും ഇവിടെ ആവശ്യമില്ല. ഇതുപോലെ മെഴുകുന്ന കുറച്ചധികം ആളുകളുണ്ട്. ഇവർക്കൊക്കെ മമ്മൂക്കയുടെ രാഷ്ട്രീയം പ്രശ്നമാണ്. 1. 2, മമ്മൂക്കയുടെ മതം പ്രശ്നമാണ്, മമ്മൂക്ക മുസൽമാനാണ്. 3, മമ്മൂക്കയുടെ നിലപാടുകൾ പ്രശ്നമാണ്, നിലപാടുകൾ വലിയ പ്രശ്നമാണ്. 4, മമ്മൂക്കയുടെ ഈ പ്രായത്തിലുമുള്ള ചുറുചുറുക്കോട് കൂടിയുള്ള സമീപനം സിനിമകളോടും അദ്ദേഹത്തിന് നേരെ വരുന്ന ഒളിയമ്പുകളോടും എല്ലാ രീതിയിലുമുള്ളൊരു അദ്ദേഹത്തിനോടൊരു വിമുഖത. പിന്നെ അതിനേക്കാൾ അപ്പുറം ഏട്ടൻ ഫാൻസ് ആയതുകൊണ്ടുള്ള അതിൻ്റെ വിഷമവും. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ഇടയിൽ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻസും ഇല്ല, അവർക്കിടയിൽ ഒരു വിഷമവും ഇല്ല, അവർക്കിടയിൽ ഒരു ദേഷ്യവുമില്ല. എന്നാൽ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് അന്ധമായിട്ട് വിശ്വസിക്കുന്ന അന്ധം മണ്ടന്മാരുണ്ട്. ഇവന്മാർക്കിടയിലാണ് പ്രശ്നം. ഇവന്മാരാണ് മമ്മൂക്കയ്ക്കിടയിലും ലാലേട്ടനിടയിലും ഒക്കെ ക്ലാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട കളികളും കളിക്കുമെന്ന് സാരം കേട്ടോ. പക്ഷേ ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ ജനിച്ച അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് മമ്മൂക്കയുടെ സിനിമ. ആ സിനിമയിൽ അന്ന് മുതൽ ഇന്ന് വരെയും മമ്മൂക്ക നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അത് ഏത് രീതിയിലാണെന്നും അതെങ്ങനെയൊക്കെയാണ് മമ്മൂക്ക അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും മമ്മൂക്കയുടെ ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ മമ്മൂക്കയുടെ അഭിനയം ഏതൊക്കെ രീതിയിൽ പോകുമെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അന്ന് മമ്മൂക്കയ്ക്ക് എന്ത് പിന്തുണയാണോ കൊടുത്തത് അത് തന്നെ ഇനിയും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ അങ്ങനെ 2024 മികച്ച നടനുള്ള അവാർഡ് വാങ്ങാനായിട്ട് മമ്മൂക്ക നമ്മുടെ ട്രിവാൻഡ്രത്തെത്തി. ഇന്ന് നിശാഗന്ധിയിൽ വെച്ചിട്ട് ഈ പറയുന്ന അവാർഡ് ദാന ചടങ്ങ് നടക്കും. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ആ ഒരു അവാർഡും അങ്ങനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങും. അപ്പോൾ ഇത് കാണുമ്പോൾ കുരു പൊട്ടുന്നവന്മാർ കുരു പൊട്ടിയിരിക്കുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് നടക്കാനില്ല. ഓക്കെ ബൈ.